സ്വാദിഷ്ടമായൊരു മട്ടൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ മട്ടൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായ കശുവണ്ടി, കിസ്മിസ്, സവോള എന്നിവ വറുത്ത് കോരി വെച്ചു. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി എന്നിവ കൂടി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യും ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം വേണ്ട പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് വഴറ്റുക. ഇത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇത് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ഉപ്പ്, ഗരം മസാല എന്നിവ ചേർത്ത് വഴറ്റുക. ഇത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില, പുതിനയില എന്നിവ കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക. പിന്നീട് നമ്മളിതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കണം. തൈര് കൂടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡിയായി കഴിയും. ഈ ടൈമിൽ കുക്കർ ഓപ്പൺ ചെയ്ത് നമ്മുടെ മട്ടൻ ഈ ബിരിയാണി മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം വേവിക്കുക. അതിനുശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള കൂടി പൊടിച്ച് ചേർക്കണം. ഇനി ദം ചെയ്യുന്നതിനായി മസാലയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് നെയ്യും കൂടി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നാരങ്ങാ നീര് കൂടി ആഡ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കശുവണ്ടി, പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുത്തത് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി കഴിയും. ഇനി നമുക്കിത് ദം ചെയ്യുന്നതിനായി ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ചതിന് ശേഷം അടപ്പ് കൊണ്ട് മൂടി ഒരു 10 to 15 മിനിറ്റ്സ് ചെറിയ തീയിൽ ഗ്യാസിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ രൂപം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ്.